ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി സോപ്പിന്റെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സോപ്പിന്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സാധനം മത്തങ്ങ വെച്ചിട്ടുള്ള സോപ്പാണ്. മത്തങ്ങ കൊണ്ട് നമ്മളിന്ന് സോപ്പ് ഉണ്ടാക്കാൻ പോവാണ്. മത്തങ്ങയുടെ എക്സ്ട്രാക്ട് എടുത്ത് നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിന് സാധാരണ എടുക്കണ പോലെ ഞാനൊരു 300 ഗ്രാം ബേസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഓറഞ്ചിന്റെ സ്മെല്ലാണ് കൊടുക്കുന്നത്. അതുപോലെ കുറച്ച് DM വാട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ അതിലേക്ക് കുറച്ച് വൈറ്റമിൻ ഇ, ഗ്ലിസറിൻ ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മളിന്ന് ഈ സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. മത്തങ്ങയുടെ സോപ്പ് അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ എക്സ്ട്രാക്ട് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് ആദ്യം ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഇത് ചെത്തിയെടുത്ത് നമ്മൾ ഒരു 10 ഗ്രാമോളം ജ്യൂസ് മതി നമുക്ക് ഇതിലേക്ക്. നമ്മളിപ്പോൾ ഒരു 300 ഗ്രാം എടുത്തിട്ടുള്ളൂ. 10 ഗ്രാമിന് താഴെ ജ്യൂസ് മതി. അപ്പോൾ അതിനുവേണ്ടി ചെറിയൊരു കഷ്ണം കട്ട് ചെയ്തെടുത്ത് ഞാനത് ജ്യൂസൊക്കെ അടിച്ച് അതിൻ്റെ എക്സ്ട്രാക്ട് എടുത്തിട്ട് ഇന്ന് നമ്മൾ സോപ്പ് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ മത്തങ്ങയൊക്കെ ഇങ്ങനെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ DM വാട്ടർ എടുത്ത് വെച്ചാൽ കുറച്ച് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 20 മില്ലിയോളം കഷ്ടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കണം. ഫസ്റ്റ് മിക്സിയിലിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ മത്തങ്ങ നല്ല പേസ്റ്റാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാനിത് ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂണോളം ഇത്ര ഇട്ട് കൊടുക്കണം കേട്ടോ. നമുക്ക് ആകെ ഒരു 10 മില്ലിയോളം ഇതിന് എക്സ്ട്രാറ്റ് വേണ്ടു. അപ്പോൾ നമ്മളിത് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിലേക്ക് ഞാനേ കുറച്ച് ഒരു 10 ഗ്രാമോളം ഗ്ലിസറിനും കൂടി ചേർത്ത് ഇത് മിക്സ് ചെയ്ത് വയ്ക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി ഗ്ലിസറിൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ കുറച്ച് നേരം ഏകദേശം ഒരു മണിക്കൂറോളം ഇത് ഇങ്ങനെ വയ്ക്കുക കേട്ടോ നമ്മൾ. ഓക്കെ, ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു മണിക്കൂർ ഇതെല്ലാം കൂടി ഒന്ന് മൂടി വയ്ക്കുക. ഒരു മണിക്കൂറിന് ശേഷം ഇതിന് എക്സ്ട്രാക്റ്റ് നമുക്ക് ഒരു അരിപ്പ വെച്ച് നമുക്ക് എടുക്കാം ഇടാം. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇതിൽ ഞാൻ എക്സ്ട്രാക്റ്റ് എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ട്. 1 മണിക്കൂറൊന്നും ആയില്ല, ഒരു അരമണിക്കൂറിന് ശേഷം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് നമുക്ക് ജ്യൂസ് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം കേട്ടോ. ഓക്കെ, അതിന് ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇത് വേണ്ടേ ഇതുപോലെ ഇതിൽ നിന്ന് ജ്യൂസ് എടുക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസൊക്കെ നമ്മൾ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ നല്ല അടിപൊളി ഗ്ലിസറിനും ഒക്കെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ജ്യൂസ്. മത്തങ്ങേര ജ്യൂസാണ് കേട്ടോ. മത്തങ്ങേര എക്സ്ട്രാക്റ്റാണ് ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ അടിപൊളി സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ. അതിന് വേണ്ടി ഞാൻ ഏകദേശം ഒരു 300 ഗ്രാമോളം സോപ്പ് ബേസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മെൽറ്റ് ചെയ്യാൻ പോകാം കേട്ടോ. സോപ്പ് ബേസ് നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമ്മളിത് മെൽറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഇന്ന് സോപ്പ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്, സെയിം സിസ്റ്റം, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഗ്ലിസറിൻ ബേസിലാണ് നമ്മൾ ഇന്ന് മത്തങ്ങ സോപ്പ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അടിപൊളി സോപ്പാണ്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സോപ്പ് ബേസൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു 300 ഗ്രാമോളം സോപ്പ് ബേസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനാവശ്യമായി ഇനി ചേർക്കാനുള്ളത് നമുക്ക് നമ്മുടെ ഞാൻ പറഞ്ഞില്ല എക്സ്ട്രാക്റ്റ് ജ്യൂസ് കേട്ടോ. മത്തങ്ങയുടെ ജ്യൂസാണ്. മത്തങ്ങ എന്ന് പറഞ്ഞാൽ വളരെ ഗുണങ്ങളുള്ള കുറേ ഇതുള്ള സംഭവമാണ് മത്തങ്ങ. വൈറ്റമിൻ A, C ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് മത്തങ്ങ കേട്ടോ. അതായത് അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നൊക്കെ നമുക്കൊരു സൺബ്ലോക്ക് ആയിട്ട് ഇത് നിൽക്കും സ്കിന്നിൽ. അതുപോലെ പുതിയ സെല്ലുകളെയൊക്കെ വളർത്താനായിട്ട് ഭയങ്കര സംഭവമാണ് നമ്മുടെ മത്തങ്ങ. അതെല്ലാവരും ഒന്ന് പരീക്ഷിക്കുക സോപ്പ് ഉണ്ടാക്കിയിട്ട് കേട്ടോ. കുറേ ഗുണങ്ങളുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മത്തങ്ങ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തും പറയുന്ന പോലെ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ മാറി കഴിഞ്ഞാൽ സോപ്പ് വളരെ സോഫ്റ്റ് ആവും, മെൽറ്റ് ആവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. നമ്മളെന്നും പറയുന്ന പോലെ തന്നെ ഏകദേശം 1 കിലോയിലേക്ക് നമുക്ക് 50 ഗ്രാം ജ്യൂസ് ആയാലും എക്സ്ട്രാക്റ്റ് ആയാലും നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ അത് കണക്കാക്കി നമ്മൾ ഡിവൈഡ് ചെയ്ത് എത്ര ഗ്രാം ബേസാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചുള്ള ജ്യൂസൊക്കെ ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതിനാവശ്യമുള്ള ജ്യൂസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ മത്തങ്ങയുടെ ജ്യൂസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ മത്തങ്ങ ജ്യൂസ് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ നിങ്ങൾ, നല്ല അടിപൊളി ഒരു യെല്ലോ കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഇനി കളറോ കാര്യങ്ങളൊന്നും ചേർക്കണില്ല. ഇതാണ് നമ്മുടെ കളർ, നാച്ചുറൽ ആയിട്ടുള്ള കളർ തന്നെ. ഓക്കെ, ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അളവും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. 1 കിലോ ബേസിലേക്ക് നമുക്ക് എപ്പോഴും 50 ഗ്രാമോളാണ് നമ്മുടെ ജ്യൂസോ എക്സ്ട്രാക്റ്റോ ചേർക്കേണ്ടത്. അപ്പോൾ അത് ഡിവൈഡ് ചെയ്ത് നമ്മൾ എടുക്കുന്ന ബേസ് എന്താണോ അതിനനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അളവ് തെറ്റി കഴിഞ്ഞാൽ സോപ്പ് വളരെ സോഫ്റ്റ് ആവും, പെട്ടെന്ന് മെൽറ്റ് ആവും. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് വൈറ്റമിൻ ഇയുടെ ഓയിലാണ്. അത് ഏകദേശം ഞാനൊരു 2 ഡ്രോപ്സോളം അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്നും പറയുന്ന പോലെ തന്നെ വളരെ ഗുണമുള്ളൊരു സാധനമാണ് കേട്ടോ മത്തങ്ങ. നമുക്ക്
അപ്പോൾ അതുകൊണ്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കി ഞാൻ കാണിച്ചതാണ്. ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നല്ലൊരു സംഭവമാണ്, നമ്മുടെ സ്കിന്നിനും കാര്യങ്ങൾക്കും ഒക്കെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ എല്ലാം ഫസ്റ്റ് തന്നെ നമ്മുടെ ബേസ് അല്ല, നമ്മുടെ സോപ്പ് മോൾഡ് റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രം ഈ സംഭവങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. നമ്മുടെ മെൽറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മുടെ സോപ്പ് മോൾഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പെർഫ്യൂം ചേർക്കാനുള്ളൂ. പെർഫ്യൂം നമ്മൾ ഒരിക്കലും ചൂടോടുകൂടി ചേർക്കരുത്. കുറച്ചൊന്ന് ചൂട് ഇതായതിനു ശേഷം നമ്മൾ ഇതൊക്കെ ഓഫ് ചെയ്ത് പുറത്തെടുത്തതിന് ശേഷം മാത്രം പെർഫ്യൂം ചേർക്കുക കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇത് പോവും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അളവും കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക, കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല എന്താ പറയുക, കട്ടിയുള്ള നല്ല സോപ്പ് നമുക്ക് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് എടുക്കണത്. അപ്പോൾ നമ്മുടെ ഇതിലേക്ക് എല്ലാ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം മാത്രം നമ്മൾ പറയാറുള്ള സ്മെല്ല് ചേർക്കുക, അല്ലെങ്കിൽ ആ സ്മെല്ല് നമുക്ക് കിട്ടില്ല നമ്മൾ വിചാരിച്ച സ്മെല്ല്. അപ്പോൾ ഞാൻ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള സ്മെല്ലും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. 1 കിലോ ബേസിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു 20 ഗ്രാം സ്മെല്ലാണ് ആവശ്യമുള്ളത്, നല്ല സ്മെല്ല് കിട്ടണമെങ്കിൽ. അപ്പോൾ അതിനനുസരിച്ച് കണക്കാക്കി നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഓറഞ്ചിൻ്റെ ഒരു സ്മെല്ലാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്, അത് നന്നായി ചേർത്തിട്ടുണ്ട്, അത്യാവശ്യം നല്ല സ്മെല്ല് കിട്ടുന്ന രീതിയിൽ. അപ്പോൾ 1 കിലോ ബേസിലേക്ക് 20 ഗ്രാം സ്മെല്ലാണ് കണക്ക് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എടുക്കണ ബേസിന് കണക്കാക്കി നമ്മൾ സ്മെല്ലും കാര്യങ്ങളും ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇതിലേക്ക് നമുക്ക് ആകെപ്പാടെ ഉള്ളത് നമുക്കിനി നമ്മുടെ മുകളിലേക്ക് ഒഴിക്കുക എന്നുള്ള ഒരൊറ്റ ഇത് മാത്രമേ ഉള്ളൂ. വളരെ ഈസിയാണ് സോപ്പ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് സോപ്പിൻ്റെ എന്തെങ്കിലും മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ കൊടുക്കാം, അതിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. മോൾഡ്, ബേസ്, എസെൻഷ്യൽ ഓയിൽ, പെർഫ്യൂംസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കോൺടാക്ട് ചെയ്യാൻ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്കിത് നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മോൾഡ് ഇവിടെ സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനിനി നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മുടെ ഇത് ഒഴിച്ചു കൊടുക്കാൻ പോകണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പരമാവധി പതും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പതുക്കെ ഒഴിക്കുക. നല്ല സ്മെല്ലാട്ടോ ഓറഞ്ചിൻ്റെ വരുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 3 സോപ്പോളം അതിൽ കിട്ടണം. 300 ഗ്രാമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കണക്കാക്കി നമുക്കൊരു 3 സോപ്പ് കിട്ടും. കണ്ടോ, കറക്റ്റാണ്. നമ്മുടെ 300 ഗ്രാമിന് നമുക്ക് 3 സോപ്പ് കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഇത് ഏകദേശം ഒരു എന്താ പറയുക 3 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ അതിനുള്ളിൽ സെറ്റാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് എടുത്ത് കാണിച്ചു തരാം അതിന് ശേഷം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മത്തങ്ങ സോപ്പ് നല്ല അടിപൊളി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ അടിപൊളിയായിട്ടുണ്ട്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. അടിപൊളി നല്ല ഓറഞ്ചിൻ്റെ സ്മെല്ലോട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. സ്മെല്ല് നമുക്ക് ഇഷ്ടമുള്ള സ്മെല്ലൊക്കെ കൊടുക്കാം. മത്തങ്ങ സോപ്പ് കണ്ടില്ലേ നിങ്ങൾ, നല്ല അടിപൊളി സോപ്പ് കേട്ടോ. നല്ല നാച്ചുറൽ കളർ തന്നെയാണിത്, നമ്മൾ വേറെ കളറോ കാര്യങ്ങളോ ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ 3 സോപ്പ് നമ്മൾ 300 ഗ്രാമിൻ്റെ ബേസ് എടുത്തിട്ടാണ് ഉണ്ടാക്കിയത്. 3 സോപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഒരു അടിപൊളി സോപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, മത്തങ്ങ വെച്ചിട്ടുള്ള സോപ്പ്. നമ്മുടെ സ്കിന്നിനും കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അതുപോലെ സ്മൂത്ത് ആവാനൊക്കെ നല്ലതാണ്, നല്ല അടിപൊളിയാണ്, സ്കിന്നിന് അത്യുത്തമം. അപ്പോൾ ഞാനിത് കാണിച്ചു തരാം, എല്ലാം റിമൂവ് ചെയ്തിട്ടാ. അപ്പോൾ നമ്മുടെ സോപ്പൊക്കെ നമ്മൾ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി 3 സോപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ, നല്ല സോപ്പ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാം. അപ്പോൾ ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത്. അതുപോലെ എന്താ പറയുക, നിങ്ങൾക്ക് സോപ്പ് ഉണ്ടാക്കാൻ എന്തെങ്കിലും മെറ്റീരിയൽസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ നമ്പർ കൊടുക്കാം കേട്ടോ. സോപ്പ് ബേസ്, അതുപോലെ എന്താ പറയുക സോപ്പ് മോൾഡ്, എസെൻഷ്യൽ ഓയിൽ, പെർഫ്യൂംസ്, അല്ല വേറെ ജെല്ല്, ബീട്രൂട്ട് ജെല്ല്, അങ്ങനത്തെ ജെൽ ഐറ്റംസുകൾ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് വെച്ചാൽ നമ്മൾ കോൺടാക്ട് ചെയ്തോ, നമ്മൾ കൊറിയർ വഴി നിങ്ങൾക്ക് അയച്ചു തരാം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സോപ്പ് ഉണ്ടാക്കാനുള്ള ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമ്മളത് അറിയുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു തരാം കേട്ടോ. നമുക്ക് അറിയുന്ന രീതിയിൽ അതിനൊന്നൊരു കുഴപ്പമില്ല, നമ്മൾ വാട്സപ്പോ കോളോ എങ്ങനെയായാലും നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരും, നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.